ഞാൻ വന്ന സ്ഥലത്തേക്കാണ് ഞാൻ ഈ ആംഗിൾ പിടിച്ചിരിക്കുന്നത്. ഈ ആംഗിളിൽ വരാമോ? ഈ ആംഗിളൊന്നും വരാതെ എന്ത് കുഴപ്പം? നിങ്ങൾ വണ്ണം തോന്നിച്ച് പോയിട്ടില്ല. ഈ ആംഗിൾ നീ ഇന്നെങ്ങനെയാണ് ഷൂട്ടിൽ നടക്കൂല എന്നുള്ള കാര്യം ഞാൻ പറയാം. ഈ ആംഗിൾ വെട്ടോ ഇല്ല, ഇങ്ങനെ കാണിച്ചത് വെട്ടമുള്ളൂ. ഇങ്ങനെ വെട്ടോ ഇല്ലെന്ന്, വെട്ടോ ഓപ്പോസിറ്റ് ആണ്. പണ്ട് പെരുമാറ് പോകുമ്പോൾ എപ്പോഴും ഈ വീട് എപ്പോഴും ഒരു കൗതുകമായിരുന്നു. വലിയൊരു ബംഗ്ലാവാന്ന് തോന്നുന്നു അതിനകത്ത്. വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അങ്ങനെ UK നിന്ന് വെക്കേഷൻ നാട്ടിൽ വന്നിട്ട് നാട്ടിലുള്ള കുറച്ച് പരിപാടികൾ, ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഈ വ്ളോഗിൽ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലെ ആറ്റിങ്ങിൽ നിന്ന് കാറെടുത്ത് ഞാനും അമ്മും കൂടെ ട്രിവാൻഡ്രത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവല്ലത്ത് ഇതിനു മുമ്പ് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദിക് പഞ്ചകർമ്മ ഒരു റിട്രീറ്റ് സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് ഒരു വിസിറ്റ് ഉണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം ചെറിയ ഷോപ്പിങ്ങും ചെറിയ കറക്കമൊക്കെയാണ് പ്ലാൻ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആറ്റിങ്ങിൽ നിന്ന് NH പണിയൊക്കെ നടക്കുന്നുണ്ട്. കണിയാപുരത്തൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. ഞങ്ങൾ ഫസ്റ്റ് ദിവസം പോയിട്ട് ഒരു 3/4 മണിക്കൂർ ബ്ലോക്കിൽ കിടന്ന് പെട്ടുപോയി. അതുകൊണ്ട് ബീച്ച് റോഡ് വഴി ആറ്റിങ്ങിൽ നിന്ന് നമ്മൾ ആ മുതൽപ്പഴി പോകുന്ന റോഡ് പിടിച്ച് ബീച്ച് റോഡ് വഴിയാണ് ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. തിരുവല്ലത്താണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവഴി പോയിട്ട് നമ്മൾ വെൺപാലവട്ടത്ത് പോയി കയറും. അപ്പോൾ മനോഹരമായ ഒരു വശത്ത് കടൽ, ഇപ്പുറത്തെ വശത്ത് കായലാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള റോഡ് വഴി ഇങ്ങനെ ഈ സീനിക് വ്യൂവൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഉള്ളൊരു ഡ്രൈവാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈ അപ്പുറച്ചുകൊണ്ടിരിക്കുന്നത് പെരുമാതുറ മുതലപ്പുഴി പാലമാണ്. ഇടതുവശത്ത് കായൽ, വലതുവശത്ത് കടൽ. ഇവിടെ നല്ല പൊഴി മുറിച്ച് ബോട്ടൊക്കെ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ച് കായലിലോട്ട് കയറി വരുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റും. ഡ്രൈവർ മാറി യാത്ര മധ്യേ അമ്മുവിന് കാർ ഓട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറിക്കൊടുത്ത്. അമ്മു വണ്ടി ഓടിക്കാനൊക്കെ അറിയാമോ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത്. അപ്പൊ എവിടെ വണ്ടിയുടെ ആക്സിലേറ്റർ ഉണ്ട്? നേരത്തെ കാറെടുത്ത് വെച്ചിട്ട് ഇത് ആക്സിലേറ്റർ, ഇത് ബ്രേക്ക്, ഇത് ക്ലച്ച് എന്ന്. ഓട്ടോമാറ്റിക് വണ്ടിയുടെ ക്ലച്ച്. ഓക്കെ പോട്ടെ, മുന്നോട്ട് പോട്ടെ. പോ. ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നത്. ഇത് സ്റ്റോപ്പ് ചെയ്താൽ അങ്ങോട്ട് ബിസിയോ. ഓക്കെ ലെഫ്റ്റ്, ഇത് റൈറ്റ്. റൈറ്റ് അടി. ഇപ്പോഴാണ് വന്നത്. അത് തിരിച്ചടിക്കണം. അത് നമ്മൾ തിരിക്കുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. ഇത് ന്യൂട്രലാണ് കിടക്കണം. ബ്രേക്ക് ഔട്ട്, ബ്രേക്ക് ഔട്ട്. ഈ കാർ യൂസ് ചെയ്യരുത്. ഈ കാർ യൂസ് ചെയ്യരുത്. ഇതൊക്കെ ചവിട്ട്. ഇത് മാറ്റണം. ഇനി ഇപ്പൊ ഡ്രൈവ് മോഡായി. എടുത്തോ, വണ്ടിയില്ല, എടുത്തോ. കേട്ട് കുഴപ്പമില്ല. അയ്യപ്പോ ഇത്രയും സ്പീഡ്. പണ്ട് പെരുമാറ് പോകുമ്പോൾ എപ്പോഴും ഈ വീട് എപ്പോഴും ഒരു കൗതുകമായിരുന്നു. വലിയൊരു ബംഗ്ലാവാന്ന് തോന്നുന്നു. അതിനകത്ത് 1-2 തവണ എന്തോ ഗേറ്റ് തുറന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ യാത്രയിൽ പുതിയ ഡ്രൈവറാണ്. അങ്ങനെ ഏകദേശം 47 കിലോമീറ്ററിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വന്ന പ്ലേസ്. നല്ല വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ വെച്ചിട്ട്. ഇതവരുടെ റിസപ്ഷൻ. ഫ്രണ്ടിൽ കയറി വരുമ്പോൾ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ട്രീറ്റ്മെൻറ്റ് ഏരിയ. ഇവിടെയാണ് ട്രീറ്റ്മെൻറ്റ് പിടിച്ചിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. നമുക്കൊരു റൂമുണ്ട്. അല്ലേ, നമ്മുടെ റൂം അതല്ലേ അവിടെ. ഇതാണ് നമുക്ക് അലോക്കേറ്റ് വയ്ക്കുന്ന റൂം. ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ടോയ്ലറ്റ്.
നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നില്ല, പക്ഷേ ഇവിടെ സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന 7 ദിവസത്തെ 14 ദിവസത്തെ 21 ദിവസത്തേക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ റൂം ഫെസിലിറ്റീസ്, കിച്ചന്, എല്ലാ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റും. അമ്മ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പ്ലേസൊക്കെ ആസ്വദിച്ച് സ്ഥലം കണ്ട് കാഴ്ച ആസ്വദിച്ചിരിക്കുകയാണ്. അമ്മ എങ്ങനെയുണ്ട് ട്രീറ്റ്മെൻറ്റ്? അമ്മ ഓൾറെഡി 3 ദിവസം. ഞാൻ വന്ന തോന്നത്തേക്കാണ് ഞാൻ ഈ ആംഗിൾ പിടിച്ചിരിക്കുന്നത്. ഈ ആംഗിളിൽ വരാമോ? ഈ ആംഗിളൊന്നും വരാതെ അത് വന്നെന്ത് കുഴപ്പം? തോന്നിക്ക് പോകുന്നില്ല. നീ ഇന്നെങ്ങനെ ഷൂട്ടിൽ നടക്കൂല എന്നുള്ള കാര്യം ഞാൻ പറയാം. വെട്ടോ ഇല്ല, ഇങ്ങനെ കാണിച്ചത് വെട്ടമുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ വെട്ടോ ഇല്ലെന്ന്, വെട്ടോ ഓപ്പോസിറ്റ് ആണ്. അമ്മ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. അമ്മ ഓൾറെഡി 2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, 3-ാമത്തെ ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് വന്നേക്കുന്നത്. എങ്ങനെയുണ്ട് അമ്മ ട്രീറ്റ്മെൻറ്റൊക്കെ? ട്രീറ്റ്മെൻറ്റ് നല്ല അമ്മ ഓൾറെഡി 2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് 3-ാം ദിവസമാണ്. എങ്ങനെയുണ്ട് അമ്മ ട്രീറ്റ്മെൻറ്റൊക്കെ? നല്ല ട്രീറ്റ്മെൻറ്റാണ്. എനിക്ക് ആക്ച്വലി ഡെലിവറി കഴിഞ്ഞിട്ട് ആ ടൈമിൽ ഇതുപോലെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇപ്പം നല്ല മൈൻഡിനും ബോഡിക്കൊരു റെജനറേറ്റിംഗ് ഫീലിംഗ് ആണ്. പിന്നെ കിഴി ഉൾപ്പെട്ട മസാജാണ് ചെയ്യുന്നത്. ഫേസിനും ഹെയറിനും ബോഡിക്കൂടായിട്ട് നല്ല ട്രീറ്റ്മെൻറ്റാണ്. മോന് ഇഷ്ടപ്പെട്ടു. ഈ ചിത്രം എന്തെന്ന് മനസ്സിലായൊരു താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ചിത്രങ്ങളൊക്കെ ഇവിടെ ഇന്ത്യയിൽ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതാണ്, കാണാൻ നല്ല രസമാണ്. അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമായി. തെറാപ്പിസ്റ്റ് വന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകാൻ പോകുന്നു. അപ്പോൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ചാനലിലുണ്ട്, വീഡിയോ നിങ്ങൾ കാണണം. ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഒരു 1.5 മണിക്കൂറത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന് വിശ്രമിക്കുകയാണ്. നല്ല അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ എൻ്റെ ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞു. ഇപ്പം കാവടി ട്രീറ്റ്മെൻറ്റ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് ഞാൻ. മസിലിൻ്റെ ടൈറ്റ്നസ്സൊക്കെ കുറഞ്ഞ് സ്ട്രെസ്സും ടെൻഷനൊക്കെ കുറഞ്ഞിട്ട് വളരെ കൂളായിട്ടിരിക്കുന്നു. അപ്പം നല്ല വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അവിടെ ഒരു ബുക്കൊക്കെ വായിച്ച് ഇരിക്കുകയാണ് ഞാൻ. ഈ ബുക്ക് ഞാൻ DC ബുക്കിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്കും ബുക്കൊക്കെ വാങ്ങിക്കാം, ഇതുപോലെ വായിക്കാം, സ്ക്രീൻ ടൈം കുറയ്ക്കാം. അപ്പം ഞാൻ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയർ ഞാൻ കാണിച്ചു തരാം. അതെ, ഇന്നത്തെ താപനില എന്ന് പറഞ്ഞിട്ട് 38 ഡിഗ്രി. സമയം ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയാണ്. നല്ല തണുത്ത ചെറിയ കാറ്റുണ്ട്, നല്ലൊരു കുളിർമയാണ്. ഈ പച്ചപ്പിനകത്ത് സ്ഥലത്ത് നല്ലൊരു ആശ്വാസം. അപ്പോൾ ഞാൻ ഈ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു, കാവ്യ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇതിന് ശേഷം ലുലു മോളിൽ പോകാനാണ് പ്ലാൻ. നിങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ ആറ്റിങ്ങിലോട്ട് പോകുന്നതാണ്. പോകുന്ന വഴിക്ക് ലുലു മോളിലും കൂടെ ഒന്ന് കയറണം. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രീറ്റ്മെൻറ്റ് നല്ലതായിരുന്നു. അപ്പം ബാക്കി കാഴ്ചകൾ ലുലു മോളിലെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ.